314 ജനുവരിയിൽ മെൽക്കിയാഡ് പാപ്പ അന്തരിച്ചതോടെയാണ് റോമൻ നിവാസിയായിരുന്ന വിശുദ്ധ സിൽവസ്റ്ററിനെ സഭയെ നയിക്കുവാൻ തിരഞ്ഞെടുത്തത്. തിരുസഭയ്ക്ക് അടിച്ചമർത്തൽ നടത്തുന്ന വരുന്നവരുടെ മേൽ താൽക്കാലിക വിജയം ലഭിച്ച സമയത്താണ് വിശുദ്ധ സിൽവസ്റ്റർ പാപ്പ പദവിയിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 21 വർഷത്തോളം അദ്ദേഹം തിരുസഭയെ നയിച്ചു. സഭയിൽ അച്ചടക്കം കൊണ്ടുവരികയും ഇദ്ദേഹത്തിന്റെ പാപ്പ ഭരണകാലത്ത് കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ കീഴിൽ റോമിൽ പ്രശസ്തമായ പല ദേവാലയങ്ങളും സ്ഥാപിതമായത്. ബസിലിക്കയും അതിന്റെ ജ്ഞാനസ്നാനപീഠവും, സ്കൊറിയൻ കൊട്ടാരത്തിലെ ബസിലിക്ക സെയിന്റ് പീറ്റേഴ്സ് ദേവാലയം, കൂടാതെ രക്തസാക്ഷികളുടെ കല്ലറയ്ക്ക് മുകളിൽ അനേകം സെമിത്തേരി പള്ളികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവയുടെ നിർമ്മാണ രീതിയിൽ വിശുദ്ധ സിൽവസ്റ്റർ സഹായിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ ഒരു സുഹൃത്തായിരുന്നു. 325 ഇദ്ദേഹം നിക്കായിയിലെ ആദ്യ പൊതുസമിതിയിൽ സ്ഥിരീകരിച്ചു. തിരുസഭയ്ക്ക് സമാധാനത്തിന്റെ ഒരു പുതിയ യുഗം ഈ വിശുദ്ധൻ വാഗ്ദാനം ചെയ്തു. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകൾക്ക് ശേഷം വന്ന സമാധാനത്തിന്റെ ആദ്യ പാപ്പ എന്ന് ഇദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നേക്കാം. റോമൻ സംഗീത സ്കൂൾ ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്. വിശുദ്ധ പ്രിൻസിലിയയുടെ കല്ലറയ്ക്ക് മുകളിൽ അദ്ദേഹം ഒരു സെമിത്തേരി പള്ളി പണിയത് 335 ഡിസംബർ 31 മരണപ്പെടുമ്പോൾ വിശുദ്ധനും ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് നാടകീയമായ പല ഐതിഹ്യങ്ങളും കേൾക്കുന്നുണ്ട്. കോൺസ്റ്റൈൻ ചക്രവർത്തിയെ കുഷ്ഠരോഗത്തിൽ നിന്നും വിമുക്തനാക്കിയതും ശ്വസിക്കുമ്പോൾ വിഷം വമിക്കുന്ന ഭീകര സത്വത്തെ വധിച്ചതും അവയിൽ ചിലത് മാത്രമാണ്. മാമോദിസയുടെ ശക്തിയെയും വിഗ്രഹാരാധനയ്ക്ക് മേൽ ക്രിസ്തുമതത്തിന്റെ വിജയത്തെയും വരച്ചു കാട്ടുന്നതിനാണ് ഇത്തരം ഐതിഹ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.